ഹായ് ഹലോ. അപ്പോൾ 4500 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഗ്രാനി ചാപ്റ്റർ 3. ഞാൻ ഇത് ഓൾറെഡി കളിച്ചിട്ടുണ്ട്. ആയിട്ടില്ല, ആയൊന്നും അങ്ങനെയാണ്. ഞാൻ ഒരു കുറച്ചൊക്കെ എസ്കേപ്പ് ആവാൻ നോക്കി, പക്ഷെ ഇതിൽ ഗ്രാനി പിടിച്ച് അപ്പം പിടിച്ച് വണ്ടിയിൽ ബോംബിട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ട് പോയി തള്ളയുന്നുണ്ട്. ധനിയം കളിച്ചിട്ട് അപ്പൊ സ്ലെൻഡറിന് വേണ്ട ഗൈസ്, എനിക്ക് വയ്യ. ഓക്കെ, നമുക്ക് ബോത്ത് ഗ്രാനി വേണം. ഗ്രാനി ആദ്യം ബോത്താണ് പറ്റും. എന്നാലും ഈ വീഡിയോ ഒരു മാക്സിമം 20 മിനിറ്റാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പകുതിയൊക്കെ പോസ് ആക്കും കേട്ടോ. ഞാൻ സ്കിപ്പിങ്ങിട്ടൊക്കെ നമ്മുടെ ഷോ ഇല്ലേ അല്ലേ, ഇത് ഇൻട്രോ ഒന്നും വേണ്ട. കാരണം വെറുതെ എന്തിനാ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ടൈമുണ്ട് ഗൈസ്. ഒരു വേഗം എടുക്കാം. നമ്മുടെ ഇവിടെ ലോക്ക് ഇവിടെ ഒന്നെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഫോണിലെടുത്ത് കളിക്കാം. എല്ലാവർക്കും അറിയാലോ നമ്മൾ ഫോണിൽ കളിക്കാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് സൗണ്ട് എടുക്കാം. പാപ്പം കിടന്നുറങ്ങുകയാണല്ലോ. ഫസ്റ്റ് തന്നെ നമ്മള് അമ്മാമന്റെ വായെ ചെന്ന് പക്ഷെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലേ, വേടാ ഓവർ ഷോ ചെയ്യാൻ നോക്കിയല്ലേ, അങ്ങനെ തന്നെ വേണം. ഇത്ര കൊടുക്കണ്ടേ? ഓരോ ദിവസം ഇങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഗ്രാനിയിൽ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും. പ്ലാഗ് ഒന്ന് പോകാം. ഇന്ന് ഹെലികോപ്റ്റർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഗെയിമിനകത്ത് ഗ്ലിച്ചായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ നെക്സ്റ്റ് തവണ ഗെയിം ഗ്ലിച്ചല്ലേ, നമുക്ക് ഒന്നുകൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എപ്പോഴാണ് വരിയത്? ഒന്നുകൂടി സൗണ്ട് ഉണ്ടാക്കണോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് എഗെയിൻ ടിംസാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ ടിംസ് കളിച്ചിട്ടുള്ളത് നമ്മൾ ടിംസിന്റെ വീട്ടിൽ നിന്ന് വീടല്ല, ടിംസിന്റെ ഒരു പ്രിസനുണ്ട്. ടിംസ് അറിയാലോ, നമ്മുടെ ബോബും ബക്കും അവിടെ ഒരു പ്രിസനിൽ നിന്നല്ല
നമ്മൾ 3 ഐറ്റം എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായി. ഡയമണ്ട് എടുത്തു, പെയിന്റിംഗ് എടുത്തു, ഒരു ഗോൾഡ് കോയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഫ്രണ്ട് ഡോർ വഴിയാണ് എസ്കേപ്പ് ആയി പോയത്. ബൈ അവിടെ ഉണ്ടെങ്കിൽ ഗ്രാനി ആൻഡ് ഗ്രാൻഡ് ഉണ്ടാകുന്നത് ആ ടൈമില്. അപ്പൊ നമ്മൾ ഇന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ടൂസിന്റെ ആ സ്ഥലത്തുണ്ടല്ലോ ഒന്നല്ലെങ്കിൽ നമുക്ക് റൂഫ് എസ്കേപ്പ് അല്ലെങ്കിൽ നമുക്ക് ഫിവർ എസ്കേപ്പ് ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ അപ്പൊ ഇത്തവണ പാപ്പനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ടൈറ്റ് ആയിക്കോട്ടെ. അപ്പൊ സേഫ്റ്റി ഉണ്ടാവുന്നതായിരുന്നു. ഇവിടെ മാച്ചസ് ഇവിടെ യെസ്. അപ്പൊ നമുക്ക് വെറും കൈകൊണ്ട് പോകാൻ പറ്റില്ല. സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റവും മണ്ടക്കെത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കോവാർ എടുക്കുക, നിങ്ങൾക്ക് ഈ സാധനം ഇറക്കുക. ഓക്കെ, അതായത് നമ്മൾ കുറച്ചും കൂടി കളർ താഴത്തേക്ക് ചാടുക. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നൈറ്റ് പോകാതെ നൈറ്റ് താഴത്തേക്ക് ചാടാം. അതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുന്നത്, നമ്മൾ ശക്തി കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിനെ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. കള്ളക്കളവന് ഇവിടെ വരില്ല. അല്ലെങ്കിൽ പണി പാടും. നമുക്ക് 4 പേരെയാണ് നമുക്ക് മാനേജ് ചെയ്യാനുള്ളത്. മേലെ പോയിട്ടൊന്ന് ഉറങ്ങടാ നീ. ഉറങ്ങാൻ പോടാ നീ. ഉറങ്ങടാ നീ. ഉറങ്ങടാ വേം പോയിട്ട് നീ. അങ്ങനെ തന്നെടാ പോയി ഉറങ്ങ്. ണ്ട നീ ഓൾറെഡി റീലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോടാ കള്ളക്കളവാ. Few moments later, 2000 years later. കുറെ ലേറ്റ് ആയിണ്ടല്ലോ. അമ്മാമേ എവിടെ തള്ള എവിടെ? ഒയ്യോ ചേച്ചി അറിയാണ്ട് അടിച്ചതാണേ. അപ്പനാവിയായി സൂക്ഷിച്ചെടുക്കുന്ന പെഡ്ലോക്ക്. ഓ ഗായ്സ്, നമുക്ക് ഓൾറെഡി ഗസ്സിങ് ഉള്ളതാണ്. നമ്മൾ ഗസ്സിങ് അമ്മാമ എങ്ങനെ എടുക്കണേ? അമ്മാമ ആവാടെ ഉള്ളി അമ്മാമ്മയുടെ പുതിയ സ്റ്റൈല്. ഞാനിപ്പോൾ പാഡ്ലോക്ക് അല്ല എടുത്തിട്ട് പടിലോക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്തിടണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കോയിൻ ഇവിടെ എവിടെയെങ്കിലും കോയിനല്ല സോറി നമ്മൾ വെറുതെ എന്തിനാ ഇതൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എടാ അമ്മാമ്മ അപ്പാപ്പനെ അടിച്ചിട്ടുണ്ടാവും. ദോശയല്ല കേട്ടാ, ദോശയില്ല. ഡോഷ് അമ്മാമ്മയ്ക്കുള്ള അപ്പാപ്പയ്ക്കുള്ള ദോസ്. एक डोस फॉर अम्मा, एक डोस फॉर അപ്പാപ്പൻ. നമ്മളിങ്ങനെ അപ്പം അമ്മാവനെ അപ്പാപ്പനെ എണിച്ചിട്ടില്ല എന്നുള്ള
Oh my god. ഇതാരാടാ വരുന്നത് എന്നെ കൊല്ലാൻ? ആരാ നിങ്ങള്? ആരാ വന്നേ? ഓ ഗ്രാനി വരുന്നുണ്ട്. ഗ്രാനി എന്തേ പഠിച്ചോ നീ? ബാടാ ആരാ പാപ്പ? Where I am here, Papa. Where are you now? എൻ്റെ പരലോകം here, right? അച്ഛാ നമുക്കപ്പോൾ ആകെ ഒരു ദിവസം ഒരു വെറുതെ ഒരു മൂഞ്ചിക്ക് മൂഞ്ചില്ല ജിങ്കിൾ ചെക്കണ ജിങ് അമ്മ 2 മിനിറ്റ് കഴിഞ്ഞു ഇപ്പൊക്കോ പപ്പേ കള്ളനാഴ്ചന് മാറിക്കടാ കള്ളക്കളവാ. ഓ ബുള്ളറ്റിലാണ് ഇങ്ങോട്ട് അടക്കാൻ പോണേ. നമുക്കൊന്ന് ട്രെയിൻ എസ്കേപ്പ് പോകാം. Literally അത് gone away guys about 1 hour ago. പെർഫെക്റ്റ് അവിടെ നിൽക്കുന്നു. പ്ലാങ്ക് അവിടെ അല്ല, നമുക്ക് ഇതിൽ കൂടെ നൈസായിട്ട് ഇറങ്ങാം. ഇതൊക്കെയാണ് പ്രൊഫഷണൽ. എങ്ങനെയാണോ മേലെ നിന്ന് ഇറങ്ങുക ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടില്ലേ ഗൈസ്? കണ്ടറിയൂ, കേട്ടറിയൂ, കേൾക്കണ്ടറിയൂ. ആദ്യം പോയി 2 ആൾക്ക് ഡോസ് ഒന്ന് സെറ്റാക്കട്ടെ. ഒരു ബുള്ളറ്റും കൂടി ഇവിടെ ഉണ്ട്. ഡോസ് ആദ്യം ഡോസ് എടുത്തിട്ട് നമുക്ക് ബാക്കി ഡോസ് ഡോസ് വേണം തോന്നുന്നു. ഡോസ് അങ്ങോട്ട് കൊടുത്തേക്കാം. ഫ്രീ ആണല്ലേ ഡോസൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. We will give the dose for free only for granny and grandpa, right? എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഗ്രാൻഡ്പക്ക് മാത്രമാണ് ഡോസ് കൊടുക്കുള്ളൂ. വേറെ ഫ്രീ ആയിട്ട് കേട്ടോ. നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരല്ലേ. നമുക്കിപ്പോൾ അവരെ വിളിച്ചു വരുത്തണമെങ്കിൽ ഈസി വേ ഉണ്ട് ഗൈസ്. നമുക്ക് അടിയിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അടിയിൽ സാധനമില്ലേ, സാധനം താഴെയുണ്ടോ? ആരോ എണിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഗ്രാൻഡ്പാ. ഡോസേ ഇങ്ങോട്ട് എത്ര മേലെ പോയിട്ട് കൊടുക്കല്ലേ. ഉണ്ടോ അവിടെ? എവിടെ തള്ളേ അവിടെ ഇല്ല. അതെ അപ്പാപ്പ നമുക്ക് കാണിച്ചു തരണ്ടാ. അവിടെ നിന്ന് എടത് പൂക്കിയാണത്. ഇതേത് യോയോ മുടണ്ടാ. യോ നിന്നെയും കൂടി പരലോകത്ത് അയച്ചിട്ട് വേണം. കൂടെ അപ്പാപ്പൻ കള്ളനായിടാ ചാക്ക് പിടിച്ചു പോണ പോലെ. നമുക്ക് ഈ സൈഡിലായിട്ട് ഇടാം. അതാകുമ്പോ അപ്പാപ്പനെ എടുക്കൂല. എന്നിട്ട് വേണം നമുക്ക് അവരിൽ പരലോകത്ത് അയച്ചിട്ടില്ല. അപ്പം പരലോകത്ത് അയച്ച സമയം കൊണ്ട് നമുക്ക് ഏറ്റവും മേലെ പോയിട്ട് ശ്രമിക്കുന്നതിൻ്റെ കൂടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ തരട്ടെ. നമുക്ക് വർത്താനം പറഞ്ഞിടാം. ക്രോബർ എടുക്കാൻ മറന്നു. അനിയത്തി അനുസരിച്ച്
ഞാൻ സിലിണ്ടറിനെ ഉണ്ടായിരുന്നില്ലടാ പറഞ്ഞു. സിലിണ്ടറിനെ നമുക്കൊന്നും തരൂല എന്ന് പറഞ്ഞു. ഓ പക്ഷെ സേഫ്റ്റി തന്നിട്ടാള് നല്ല മനസ്സെന്തോണ്ട്. ചില സമയത്ത് മാത്രമാണോ ഒരു പേടിപ്പിക്കൽ മനസ്സ്. ട്രെയിൻക്ക് ഹലോ ലുലുവാ ഞാനെത്തി ഉറങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞില്ല പക്ഷെ എൻ്റെ ഗസ്സിങ്ങൊക്കെ എല്ലാം നല്ലതല്ല. എന്താണെന്നറിയില്ല, എനിക്ക് പണ്ടേ ഒരു കിട്ടിയ കഴിവാണ്. എൻ്റെ കഴിവുകൾ തന്നെ അല്ലാണ്ട് വേറൊന്നല്ല കേട്ടോ. നമുക്ക് മറ്റേ ഏത് എസ്കേപ്പ് നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് പോലും അറിയില്ലല്ലേ. നമുക്കിപ്പോൾ ക്രോബർ എടുത്തിട്ട് ഇവിടെ ഒന്ന് പൊളിക്കാം. അമ്മാമ്മ രണ്ട് നദി ഫ്യൂസ് അതൊക്കെ നമുക്കാദ്യം കുറച്ച് ക്രോബാർ കൊണ്ട് പണിയാണ്. ഓ ജനറേറ്റർ കേബിള് ഇപ്പോൾ ഷെഡ്ഗീൻ്റെ അവിടെ അല്ലേ. ഇപ്പോൾ ഡോസ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. പുറത്തേക്ക് വിളിക്കാം. കാറിൻ്റെ അവിടെ കുറച്ച് 2 ഡോസുകളുണ്ട്. നമുക്ക് ഡോസ് എടുത്തിട്ട് വരാം. ആദ്യം നമുക്ക് ഡോസ് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ചെയ്യാം. 25 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അതങ്ങനെ അടിക്കുന്നതാ. ഡോസ് ടൈം ഹേ ഡോസ് കല്ലുകളൊക്കെ പൊട്ടിക്കോ. പാപ്പാൻ്റെ കുഴപ്പമില്ല. ഹായ് ലൂലുവാ എന്തേ ഡോസ് കൊടുക്കണം. നമുക്ക് പാപ്പനെ ചിരിക്കണം. ഞാൻ കാണിച്ചു തരാവുള്ള അയ്യോ അവള് പെറുക്കത്തി നെലിച്ചാണ്. ഡോസ് അപ്പാപ്പനാണ് ഏറ്റവും ഫസ്റ്റ് എപ്പോഴും ഡോസ് ഇട്ടാറ്. ഇന്ന് അമ്മാമ്മയ്ക്ക് വേണം എന്ന് പറഞ്ഞു. നമ്മള് കൊടുത്ത് ആഹാക്ക് വേണം എന്ന് പറഞ്ഞു. ആഹാക്കും കൊടുത്ത് ഗായ്സ്. അപ്പോൾ നമ്മള് ചോദിച്ച് അപ്പം കൊടുക്കും. നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യൊന്നുമില്ല ആൾക്കാരുടെ പോലെ. നമ്മൾ അപ്പം തന്നെ തിരിച്ചു കൊടുക്കും. പാവങ്ങളല്ലേ, അവർ ചോദിച്ചല്ലേ, ചോദിച്ച് മേടിക്കട്ടെ. ചോദിച്ചതിന് നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് ഇങ്ങനെ അവരിനെ വിഷമിപ്പിക്കരുത് ഗൈസ് പ്ലീസ്. അവർക്കിങ്ങനെ വിഷമം വരൂലേ. ഞാകാ മറ്റേ എന്താ സംഭവം എടാ നാച്ചിലേറ്റർ ആയിട്ട് ഞാകൊരു കോയന് പിന്നെന്താ പിന്നൊന്നും വേണ്ട. കോയനും പിന്നെ സ്വിച്ചും കിട്ടിയാൽ ഫ്യൂസായില്ലേ. എവിടെ ഫ്യൂസ്? എവിടെ ഫ്യൂസ്? എവിടെ ഫ്യൂസ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഫ്യൂസ് ഇവിടെ ഇല്ല. അയ്യോ ഫ്യൂസ് അവിടെ ഫ്യൂസ്. പിന്നെ എവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഫ്യൂസ്. എവിടെ പോയി? ഫ്യൂസ് എവിടെ ഇരുന്നുണ്ട്? നമുക്ക് ഇവിടുത്തെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വരണ്ട. മറ്റടിയിലൊക്കെ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്ത് കോയിൻ എടുക്കുക, എന്നിട്ട് ആളുകൾ കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജനറേറ്റർ കേബിൾ കടിക്കണല്ലേ. ഡോസ് കൊടുക്കാനുള്ള സമയം ഉണ്ടാവില്ലേ? അയ്യോ അങ്ങനെ അപ്പം വരുന്നതായിട്ട് എടുത്തുവാണോ മറ്റേ സംഭവം?
എന്നൊന്നും കളിക്കാൻ പാടില്ല, അപ്പിക്കുട്ടിയാവും. ബാഡ്കളാവും ബാഡ്കൾ. കെറു വാ. പ്രൊഫഷണലാണ് കാര്യം. എടിക്കളിയാക്കലടി. ഇവിടെ ആണെങ്കിൽ തണുപ്പല്ലേ, ഇവിടെ നല്ല തണുപ്പാണ് പുറത്തൊക്കെ. കോക്കനട്ട് പ്ലീസ്. നമ്മുടെ ഗസ്സൊക്കെ ഫുൾ കറക്റ്റ്. സംതിങ് ഇൻസൈഡ് ഇത് കോയിനാണ് കഴിച്ചത്. നമ്മൾ ബുദ്ധിശാലികളാണ്. ഉറക്കം വരുന്നു. ഇതൊരു 20 മിനിറ്റായി. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് എനിക്ക് കോയിനെ കിട്ടുള്ളൂ എന്ന്. അപ്പം ഞാൻ കോയിൻ എടുത്തിട്ടുണ്ട്. ഞാകെ സ്വിച്ച് ബോർഡിൻ്റെ ഇത് കിട്ടിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞു. ഞാൻ ട്രെയിൻ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്താ പറയണ്ടേ, ബ്രിഡ്ജ് ഹാൻഡിൽ അത് നമ്മൾ പ്ലാങ്ക് വെക്കുമ്പോൾ അപ്പുറത്തോട്ട് പോകാൻ കിട്ടും. ഫ്യൂസ് ആണെങ്കിൽ അവിടെ കിട്ടും ചെയ്തു. അപ്പോൾ നമുക്ക് ഡോസ് കിട്ടുമോ? വേണോ? ഓയ്യോ അപ്പാപ്പൻ തോക്കെടുത്ത്. ഇല്ല സ്ലിംഗ് ഷോട്ട് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും പൂഷ പരിപ്പൊടി ചായക്കൊടുക്കും. ഈ ഗ്രാനിയിൽ വരെ ആഡ് വന്നു. എനിക്ക് കളിക്കണ്ടെന്ന് പറഞ്ഞാൽ കളിക്കണ്ടോ? ഡേ 3 ആയടാ. ഇനി ആകെ 2 ദിവസമുള്ളൂ. എടാ അപ്പാപ്പൻ്റെ തോക്ക് ചെമ്മു. എന്തായാലും ഇപ്പോൾ വേഗമാവുമല്ലോ. വേഗമാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇതുണ്ട്. ഇവിടെയാണ് ഫ്യൂസ്ഡാ. ഇത് കഴിഞ്ഞതിന് ഫ്യൂസ് ഹെഡ് ഷോട്ട് എടുത്താൽ കാലിലടിച്ച് 2 അടി വേണം. മാറി ഓ അപ്പാപ്പൻ. എടാ ഇതെത്തത്? ഇതെത്ര ആൾക്കാരുണ്ട്? ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. പപ്പഞ്ഞ് വരൂലേ? പൊന്നളിയാപ്പത് സമാധാന സുന്ദരമായി. എടാ ഇത്ര അപ്പാപ്പൻ്റെ ഈ ലോകത്ത് അപ്പാപ്പന്മാര് കുറേ ഉണ്ട്. അതല്ല പറയണ വേണ്ട.
എന്നിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇത് നമ്മൾ ഡെയിലിട്ട് വരാം. അപ്പൊ ഞാൻ എന്താ മൊണാലിസ എല്ലാ ഐറ്റംസ് ഒക്കെ തെറിച്ചു പോയാലേ പണി ആയാലും വിറ്റടിച്ചാൽ നശിച്ചു പോയാലേ ഇത് നമുക്ക് പേടിക്കാനുള്ളത് മാറ്റി തരാം. അയ്യോ ഓക്കെ 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 ഇപ്പം ആരുമില്ലാത്തതുകൊണ്ട് വേഗം പോയി. നമുക്ക് അടിയിൽ നിന്ന് പ്ലാൻ കൊടുക്കാണ്ട് ഈസി പീസിയാണ് ഗൈസ്. എസ്കേപ്പ് ആവും. ഞങ്ങൾക്കാകെ പ്ലാങ്ക് എടുത്ത് തന്നിട്ട് ഇവിടെ പോയി ബ്രിഡ്ജ് ഹാൻഡിലെടുത്ത് വെറുതെ രക്ഷപ്പെടില്ല. ഞാൻ ഗ്രാനിന് ഒരാളെ ഉറക്കിയിട്ട് ഞാൻ പോകും. കാരണം നമുക്കിപ്പോൾ ഡോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അമ്മന് വേണ്ടി ഒരു മോട്ടിവേഷൻ ലൈക്ക്. ഞാൻ ദേ നമ്മളുടെ അമ്മാമ്മയുടെയും അപ്പാപ്പൻ്റെയും വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മതി ഗൈസ്. നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ. ഞാൻ പറഞ്ഞില്ലടാ ഇവിടെ ഉണ്ടാവുന്ന. ഞാൻ പറഞ്ഞില്ല. ഇവിടെ അയ്യോ അയ്യോ ഹൈ ഹൈ അയ്യോ അയ്യോ ഹൈ. ഇവിടെ അപ്പാപ്പുണ്ട്, എവിടെയുണ്ട്. ബുദ്ധിമാൻ ബുദ്ധിമാൻ. ബ്രിഡ്ജ് ക്രാങ്ക് അവിടെ കൊണ്ടുപോയി വെക്കുക. സ്ലിം ഷോട്ട് എടുക്കുക, പൊട്ടിക്കുക, കുറച്ച് കല്ലൊക്കെ പറക്കട്ടെ പോണക്കാട്ട് മുമ്പ്. എടാ ഇവിടെ സ്ലിം ഷോട്ട് ഓർമ്മയുണ്ടോ നിനക്ക്? ഞാൻ മറന്നു പോടാ. ഇനി വെറുതെ തുറന്നാൽ മതി. എസ്കേപ്പിൽ ഹെഡ് ഷോട്ട് കൊടുക്കുക. ഹെഡ് ഷോട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ 1 ടാപ്പ് കൊടുക്കുന്ന പോലെ. അപ്പാപ്പൻ തോക്കെടുത്തുണ്ടാവുകയാണെങ്കിൽ പണി പാളും വരും. ഓ നല്ല കണിയാ. ഇന്ന് രാവിലെ തന്നെ കണ്ടിരുന്നു വരുന്ന പോലെ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചുറ്റി വരേണ്ടി വരും ബ്രോ. എടി ഒന്ന് ഊതിലൂർ തലയുറപ്പിക്കടി. അതിൻ്റെ ഇടയിൽ അപ്പാപ്പന് തോക്കില്ല. നമുക്കൊന്ന് കറക്കിടുക. ഒന്ന് വളച്ചെടുക്കുക എന്ന് പറഞ്ഞ പോലെ കറക്കിടുക. ഓനെ കൊണ്ട് വെള്ളത്തിൽ കഷ്ടമാണോ. ഇവിടെ തന്നിട്ട് ഈ സൈഡിലേക്ക് വരല്ലേ പ്ലീസ്. ഞാൻ സ്ലിം ഷോട്ട് എടുത്തോട്ടെ. മാമ one tag. അപ്പാപ്പാ 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 അടി മാറി. നമ്മൾ കൊടുക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാം. നമ്മളൊക്കെ ടെക്നോളജിക്ക് ആൾക്കാരാകുമ്പോൾ അവൾക്കെല്ലാം അറിയില്ലല്ലോ. നമുക്ക് കുറച്ച് ബുദ്ധിയുള്ള. അടുത്ത ദിവസം നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പാപ്പനെ അവരുടെ ഒരു ബുള്ളറ്റുണ്ട്. അപ്പാപ്പ അപ്പാപ്പ അപ്പാപ്പൻ്റെ മോള് പോയോ? അപ്പാപ്പ മൂഞ്ചി. ഞാൻ കല്ലെടുക്കും അപ്പാപ്പ എനിക്ക്. എടാ മൂഞ്ചിറോ വേഗം കല്ലെടുക്കാം.
കല്ലെടുത്തിട്ട് അപ്പാപ്പൻ്റെ തലക്കടിച്ചിട്ട് പോയിട്ട് ഒരൊറ്റ കല്ലുള്ളില്ല കല്ലൊക്കെ അടിച്ചിട്ട് ഇവിടെ കല്ലെന്ന് പറഞ്ഞ സാധനം എന്താ കല്ലെന്ന് അറിയില്ല അവർക്ക്. ഈ സമയം കൊണ്ട് വേണമെങ്കിൽ ആ തോക്കെടുത്തിട്ട് വന്നിട്ട് ഈ സമയത്ത് അപ്പാപ്പൻ എനിക്കാണെങ്കിൽ ഞാൻ മൂഞ്ചി ഗൈസ്. അപ്പാ ക്ഷമിക്കണമേ, അപ്പാ ക്ഷമിക്കണേ. ഓക്കെ എനിക്ക് അപ്പാപ്പനെ അപ്പ സുഖല്ല അപ്പാപ്പ. ഇപ്പൊ രണ്ടാളെ എസ്കേപ്പ് ചെയ്ത് ഞാൻ ദേ പുറത്തിറങ്ങി പോകുകയാണ് ഗായ്സ്. നമുക്ക് വായം പൊളിച്ചാണ് നിന്നാ മതി കേട്ടാ. നമ്മുടെ അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 3 നമ്മുടെ ഫ്രണ്ട് ഓർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിനൊക്കെ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ശരി, ബൈ.